അഭിപ്രായം പറയാനില്ല. അതൊക്കെ പോലീസ് നടപടികളാണ്, നിയമത്തിന്റെ വഴിയിൽ അത് പോകും. അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. അക്രമ പ്രവർത്തനങ്ങൾ ആർക്കും നല്ലതല്ല. പോലീസ് വളഞ്ഞെന്നേ, പോലീസ് വന്ന് വിളിച്ചോണ്ട് പോയി കാണും. അല്ലെ പോലീസ് വളയേണ്ട കാര്യം വെറുതെ പറഞ്ഞുണ്ടാക്കുന്നില്ലയോ. വളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുക. കുറ്റകൃത്യങ്ങൾക്ക് ആരെയായാലും പോലീസ് അറസ്റ്റ് ചെയ്യും. അതിന് വളഞ്ഞു, ഓടിച്ചിട്ട് പിടിച്ചു എന്നുള്ള വ്യാകരണമൊന്നും ഉണ്ടാവണം. അവരവരെ നടപടിയായിട്ട് പോകും. നമ്മൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പറഞ്ഞിട്ടല്ലല്ലോ ചെയ്യുന്നത്. പോലീസ് എല്ലാ കാര്യങ്ങൾക്കും പോലീസിന്റെ രീതിയുണ്ട്. വളഞ്ഞു എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊക്കെ പറയും. കഥകിന് മുട്ടിയാൽ ചവിട്ടി പൊളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പുതിയ ബസ് റൂട്ടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി MVD സഹായത്തോടുകൂടി സർവേ ആരംഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്ന് കിട്ടും? അവർ തന്നാലുടനെ അത് ജനകീയമായ സദസ്സുകളിൽ ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയുടെ അനുമതി ഞാൻ വാങ്ങിച്ചു, അദ്ദേഹം പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജനകീയ സദസ്സുകൾ MLA മാര്, പഞ്ചായത്ത് മെമ്പർമാര്, പൊതുപ്രവർത്തകരെല്ലാം ജനകീയ സദസ്സുകളിൽ ചർച്ച ചെയ്തുകൊണ്ട് അത് റെഡിയാക്കും. അതൊരു ഒരു മാസം, അവരുടെ റിപ്പോർട്ട് ഒരു മാസം കിട്ടും. താമസമില്ല. എല്ലാം ഇങ്ങനെ 5 മാസം 6 മാസം. എനിക്ക് 2.5 കൊല്ലമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ 5 മാസം കഴിഞ്ഞ് 6 അങ്ങനെയൊന്നുമില്ല. ഈ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ അത് വാങ്ങും. റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്നതാണ്. അതിനെ ഇനി ഒരു ജനകീയമായ ചർച്ചയ്ക്ക് വിടും. ചർച്ചയ്ക്ക് വിട്ട് ജനങ്ങളോട് അറിഞ്ഞതിന് ശേഷമേ ഉള്ളൂ. ഒരു ജനകീയ സംവിധാനമാണത്. MLA മാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും പൊതുപ്രവർത്തകരും സാമൂഹിക സംഘടനകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ചർച്ചയിലേക്ക് വിടും. ചർച്ചയ്ക്ക് ശേഷം പരിഹരിക്കും. അതിലെല്ലാം എന്തെങ്കിലും പരാതികളാണ്, അല്ല ടോട്ടലി പൊളിക്കലല്ല. അത് നല്ലൊരു ആശയമായിരിക്കും. അതൊരുപാട് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കും കേരളത്തിൽ. രാഷ്ട്രീയമായിട്ടൊരു ചോദ്യം. ഇന്നിപ്പം ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയായിരുന്നു. കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ സെക്രട്ടേറിയറ്റിലെ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ ആ ഒരു എന്താണ് പറയുന്നത്? അതൊന്നും അഭിപ്രായം പറയാനില്ല. അതൊക്കെ പോലീസ് നടപടികളാണ്, നിയമത്തിന്റെ വഴിയിൽ അത് പോകും. അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. അക്രമ പ്രവർത്തനങ്ങൾ ആർക്കും നല്ലതല്ല. പോലീസ് വളഞ്ഞെന്നേ, പോലീസ് വന്ന് വിളിച്ചോണ്ട് പോയി കാണും. അല്ലെ പോലീസ് വളയേണ്ട കാര്യം വെറുതെ പറഞ്ഞുണ്ടാക്കുന്നില്ലയോ. വളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുക. കുറ്റകൃത്യങ്ങൾക്ക് ആരെയായാലും പോലീസ് അറസ്റ്റ് ചെയ്യും. അതിന് വളഞ്ഞു, ഓടിച്ചിട്ട് പിടിച്ചു എന്നുള്ള വ്യാകരണമൊന്നും ഉണ്ടാവണം. അവരവരെ നടപടിയായിട്ട് പോകും. നമ്മൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പറഞ്ഞിട്ടല്ലല്ലോ ചെയ്യുന്നത്. പോലീസ് എല്ലാ കാര്യങ്ങൾക്കും പോലീസിന്റെ രീതിയുണ്ട്. വളഞ്ഞു എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊക്കെ പറയും. കഥകിന് മുട്ടിയാൽ ചവിട്ടി പൊളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?